നിങ്ങൾക്ക് ചിലപ്പോൾ പ്രണയം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം എന്ന കരിയറിൽ യു മൈറ്റ് ഫാൾ ഇൻ ലവ്. നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടാവാം. രണ്ടു തരത്തിൽ തന്നെ ഡീൽ ചെയ്യാം. ഇപ്പൊ ഞാൻ ആ കുട്ടിക്കാണ് പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്ത്. കഴിഞ്ഞ വർഷം അവളുടെ കല്യാണമായിരുന്നു, ഞാനുമായിട്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് സന്തോഷത്തോടെ പോയി കണ്ടുപോന്നു. ബ്രേക്കപ്പ് വാസ് പെയിൻഫുൾ. ഞാനിങ്ങനെ ബ്രേക്കപ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല, സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ കുട്ടിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല, തേപ്പ് എന്ന് പറഞ്ഞിട്ടില്ല, കളിയാക്കിയിട്ടില്ല. അതിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടല്ല. നമ്മൾ ആ കുട്ടിയുമായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കിട്ടിയ ഒരുപാട് ഉപകാരങ്ങളും നന്മകളും സ്നേഹമൊക്കെ ഉണ്ട്. അതിനെ എളുപ്പത്തിൽ തള്ളിക്കളയരുത്. ഇപ്പൊ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ 1 വർഷം പ്രണയത്തിലായിരുന്നു, 1 മാസം പ്രണയത്തിലായിരുന്നു, ഓക്കെ, നിങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും തിരുത്താൻ പോണ്ട, കളിയാക്കാൻ പോണ്ട. നമ്മൾ ഈ റിവെഞ്ച് എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളെ പറ്റിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കുമ്പോഴാണ്, അല്ലേ? നമ്മൾ ഉപദ്രവിച്ച് നമ്മളെ കളിയാക്കിയ ആളുകൾ നമുക്ക് വേണ്ടി കൈയടിക്കുമോ? അതിലും വലിയ റിവെഞ്ച് വേറെ ഇല്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പ്രണയം എന്നെ കുറെ കൂടി നല്ല മനുഷ്യനാക്കി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് എന്നോട് പ്രണയത്തെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്, പ്രണയം നിങ്ങളെ കുറെ കൂടി നല്ലൊരു വ്യക്തിയാക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് പ്രണയം. പ്രണയിച്ചതിന്റെ പേരിൽ അപ്പനും അമ്മയും ശത്രുക്കളാവുകയാണെങ്കിൽ, കൂട്ടുകാരെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് പ്രണയമല്ല, അത് വേറെന്തോ ആണ്. നിങ്ങളെന്നൊരു ഇൻഡിവിജ്വലിനെ കുറെ കൂടി അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് പ്രണയം. ജീവിതം എന്ന നിങ്ങളുടെ ഈ കരിയറിൽ ഇപ്പൊ പ്രണയമുണ്ടെങ്കിൽ റെസ്പെക്ട് ദി അതർ പേഴ്സൺ ഈവൻ ഇഫ് ദർ ഇസ് എ ബ്രേക്കപ്പ്. പ്രപ്പോസ് ചെയ്യാൻ കാണിച്ച ധൈര്യം ബ്രേക്കപ്പിലും കാണിക്കണം. ഇതെന്റെ ഡയലോഗല്ല, വിജയ് സൂപ്രം പൗർണമിയുടെ ഡയലോഗാണ്. ഞാൻ വീണ്ടും പഠിക്കാൻ ആരംഭിച്ചു. അപ്പൻ തന്ന ആ ഇൻഫർമേഷൻ, അപ്പൻ ഇങ്ങനെ തന്ന കൈ, മേരി തന്ന കൈ, സുജിൻ തന്ന കൈ പിടിച്ച് ഞാൻ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹാർഡ് വർക്ക്, നമ്മുടെ ജീവിതത്തിൽ തോറ്റു കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ മനസ്സ് കാണിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്നറിയോ? പടച്ചവനാണ്. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വീണെടുത്തുനിന്ന് എഴുന്നേക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന പടച്ചവനായിരിക്കും. ചെക്കൻ കയറി വരണ്ട് പിടിച്ചോ എന്ന് പറയും. രാത്രി 8-8 സമയം നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകായിരിക്കും. ഇപ്പൊ കേൾക്കാൻ പറ്റിയ മനോഹരമായ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, മരണം. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഇവൻ എവിടത്തെ അർജിയാണ് വണ്ടി ഓടിക്കുമ്പോൾ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നോ ഫോൺ ബില്ല് അടച്ചോന്ന് ചോദിച്ച്? നമ്മൾ എന്താ പറഞ്ഞേ? അടച്ചോളാം അപ്പ, ഇങ്ങനെ വിളിച്ചിങ്ങനെ ഓർമ്മിപ്പിക്കണ്ട. അമ്മ വിളിച്ചു ചോദിച്ചോ, എടി നീ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് വരുമോ? വരാം, ഇങ്ങനെ എന്നെ ചെക്ക് ചെയ്യല, ഞാൻ കുഞ്ഞിക്കൊച്ചല്ല, പറഞ്ഞോ. ഞാൻ വെറുതെ പറയാൻ ആഗ്രഹിക്കുന്നു, നാളെ ഫോൺ ബില്ല് അടച്ചോന്നറിയാൻ വിളിച്ചു ചോദിക്കാൻ നമ്മുടെ അപ്പച്ചന്റെ ശബ്ദം അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ ഇറങ്ങുമെന്ന് ചോദിക്കാൻ അമ്മയുടെ ശബ്ദമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരണം എന്റെ കൂടെ ഉണ്ട്, ഇപ്പോ വണ്ടി ഓടിക്കുന്ന നിങ്ങളുടെ കൂടെ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. ഒരൊറ്റ ജീവിതമുള്ളൂ. വേണമെങ്കിൽ വണ്ടി ഒന്ന് സൈഡാക്കാം, ഫോൺ എടുക്കാം, അമ്മയോട് പറയാം, അമ്മ ഞാൻ നേരത്തെ വരും. അപ്പനോട് പറയാം, അപ്പ ഇന്ന് രാത്രി എന്തായാലും ഞാൻ ഫോൺ ബില്ല് അടയ്ക്കും. എൻ്റെ ഈ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ള വളരെ ചുരുക്കം ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് കളിയാക്കാനുണ്ടാവും. ഓൾവേസ് ലിസൺ ടു യുവർ ഹാർട്ട്, ഓൾവേസ്. ഒരിക്കലും ഈ ലോകത്ത് ആര് നമ്മളെ ചതിച്ചാലും നമ്മളെ ചതിക്കില്ല, ഉറപ്പല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ചതിക്കാത്ത ഒരാള് നമ്മുടെ ഹൃദയമാണ്. ഓൾവേസ് റെസ്പെക്ട് യുവർ പാരന്റ്സ്. അവരെ എതിർക്കുമ്പോഴും ബഹുമാനിക്കുക. ഈ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിന് ഭയങ്കര മൈലേജാ, തമാശ പറയാനല്ല. അപ്പന്റെ അമ്മയുടെ ഒക്കെ സ്നേഹത്തിന് ഭയങ്കര, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മൈലേജ് കിട്ടും. നമ്മുടെ മുമ്പിൽ വരുന്ന വലിയ തടസ്സങ്ങളെ അത് ചിലപ്പോൾ എടുത്ത് കളയും. അധ്യാപകരെ ബഹുമാനിക്കുക. ഒരിക്കൽ പോലും നിങ്ങൾ അധ്യാപകരെ കളിയാക്കരുത്, മനസ്സുകൊണ്ട് വേദനിപ്പിക്കരുത്. പ്രിയ പി വാര്യരെ എല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? എന്ത് തെറ്റാ കുട്ടി ചെയ്തത്? എത്ര ട്രോൾ ഇറങ്ങുന്നു പ്രിയയുടെ പുതിയ ട്രോൾ. ജസ്റ്റ് ഇമാജിൻ, പ്രിയ നിങ്ങളുടെ അനുജത്തിയാണെങ്കിലോ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലോ, എന്ത് ക്രൈമാണ് ആ കുട്ടി ചെയ്തത്? ഇവിടെ പൊളിറ്റീഷ്യൻസും റോട്ടിലെ ആളുകളെ കൊല്ലുന്നവരും പീഡിപ്പിക്കുന്നവരും നടക്കുമ്പോ നിങ്ങൾ എന്തിനാ ഒരു തെറ്റ് ചെയ്ത ആ കുട്ടിയെ ഇങ്ങനെ ട്രോൾ ചെയ്യുന്നത്? രസമാണ് ഉയർന്നു നിൽക്കുന്ന ഒരാളെ കല്ലെറിയുമ്പോൾ കളിയാക്കാൻ. ആ കുട്ടിക്കെതിരെ വന്ന ഏറ്റവും വലിയ ആരോപണം ഭയങ്കര ജാടയാണ്. എനിക്ക് ഒരുപാട് പ്രപ്പോസൽ വന്നു അവൾ പറഞ്ഞു. ഈ പറഞ്ഞ പ്രപ്പോസൽ 4 ലക്ഷം ഫോളോവേഴ്സ് മാത്രമുള്ള എനിക്ക് വരണുണ്ട്. 7 മില്യൺ ഫോളോവേഴ്സുള്ള ആ കുട്ടിക്ക് പ്രപ്പോസൽ വരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, യെസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രപ്പോസൽ വരുന്നുണ്ട്. ഓ, അവൾക്ക് പ്രപ്പോസൽ വരുന്നു. അസൂയ എന്ന് പറയുന്നതിനെ. നിങ്ങൾ ഇനി ഇത്തരം ആളുകളെ ഇങ്ങനെ ട്രോള് നല്ലത് തന്നെയാണ്, ട്രോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരാളിനെ നശിപ്പിക്കുന്ന രീതിയിൽ, തെറ്റ് ചെയ്യാത്ത ഒരാളെ നശിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ട്രോളുകൾ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല.
പിന്നെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇന്ന് വരെ പ്രണയിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടവും. അപ്പൊ പ്രണയമില്ലാത്തവർ ലെജൻസ് എന്നൊക്കെ പറയും. സങ്കടം കൊണ്ടാ, കിട്ടാത്തോണ്ടാ. പ്രണയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളും കൂട്ടുകാരും സിബ്ലിങ്സിനൊക്കെ കഴിഞ്ഞ ഒരാൾ നമ്മളെ കരുതാൻ, സ്നേഹിക്കാൻ ഉണ്ടാവുക വളരെ മനോഹരമായ കാര്യമാണ്. fall in love responsibly. fall in love responsibly എന്ന് വെച്ചാൽ, ഒരാഴ്ച കൊണ്ട് പ്രണയിച്ചിട്ട് അവൻ എന്നെ പറ്റിച്ചിട്ട് പോയി പറഞ്ഞാൽ നന്നായുള്ളൂ എന്ന് ഞാൻ പറയും. ഒരാഴ്ച കൊണ്ടൊന്നും ഒരിക്കലും പ്രണയം എന്ന് വിളിക്കരുത്. കുറച്ചൊക്കെ ഒന്ന് അറിയണം, അടുത്തറിയണം. രണ്ട് വാക്ക് അവനാ വന്ന എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് ഇഷ്ടമായി, രണ്ടാഴ്ചയായി. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അതുപോലെ തന്നെ ശരീരം എന്ന് പറയുന്ന കാര്യം, അതിവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് പറയുന്നതാണ്. പ്രണയത്തിൽ ഏറ്റവും അവസാനമാണ് ശരീരം കൊടുക്കേണ്ടത്. ഞങ്ങൾ സെൽഫി ചോദിക്കും, ഇങ്ങനെ സെൽഫി തരാൻ പറയും, വീഡിയോ അയച്ചു തരാൻ പറയും, അയക്ക് ഡിലീറ്റ് ചെയ്യാന്ന് പറയും. കൊന്നാലും കൊടുക്കരുത്, കൊന്നാലും കൊടുക്കരുത്. ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്, കൊടുത്തു പോകരുത്. സത്യസന്ധമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചോദിക്കൂല, കല്യാണം കഴിക്കാനേ നോക്കുള്ളൂ. അപ്പോ ലവ് റെസ്പോൺസിബിളി, കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പ്രണയിക്കും. പ്രണയം നല്ലതാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വായ കൊണ്ട് മറുപടി കൊടുത്ത് വിജയിക്കുന്നതല്ല, പ്രവൃത്തി കൊണ്ടാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിള്, അയാളുടെ പേര് പറഞ്ഞ് ഇവിടെ കൈയ്യടിയിട്ട് ബഹളായിരിക്കും, ക്രിസ്ത്യാനോ റൊണാൾഡോ. യുവന്റസ് എന്ന് പറഞ്ഞ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടിൽ മാച്ച് നടക്കുന്നു. കളി തുടങ്ങി റൊണാൾഡോന്റെ കാലിൽ പന്ത് കിട്ടുമ്പോൾ എല്ലാവരും കൂവാണ്, ഭീകര കൂവൽ, ഇയാളെ മോറലി ഡൗൺ ആക്കാൻ. അതായത് ഓപ്പോസിറ്റ് ടീമിന്റെ സ്റ്റാർ പ്ലെയറിന്റെ കാലിൽ പന്തിട്ടും എല്ലാവരും കൂവുന്നത് ശരിയൊക്കെ തന്നെ. പക്ഷെ അന്ന് എൻ്റെ ക്രൗഡ് 50,000 ആളുകൾ റൊണാൾഡോന്റെ കാലിൽ പന്തിടുമ്പോൾ കൂവി തോപ്പിക്കുകയാണ്. പലപ്പോഴും കാലിൽ നിന്ന് പന്ത് തെറിച്ചോളും, മിസ്റ്റേക്കിനും ഭയങ്കര കൂവല്. അന്ന് സെക്കൻഡ് ഹാഫില് എയറിൽ ചാടി ഒരു പുള്ളിപ്പുലി ചാടണം, ഒരു ബൈസിക്കിൾ കിക്ക് അടിച്ചൊരു ഗോൾ അടിച്ചു അദ്ദേഹം. ആ വർഷത്തെ ഗോൾ ഓഫ് ദ ഇയർ ആയിരുന്നു അത്. അദ്ദേഹത്തിന്റെ ആ ഗോള് കണ്ട് കൂവിയ യുവന്റസിന്റെ എല്ലാ കാണികളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അന്ന് യുവന്റസിന്റെ കാണികൾ കൈയടിച്ചത് കണ്ടപ്പോ ഈ റൊണാൾഡോ അപ്പൊ തന്നെ കൈകൾ കൂപ്പി ഇങ്ങനെ കാണിച്ചു, താങ്ക് യു. അതാണ് മെച്യൂരിറ്റി. ഈ സൂയിസൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, പേടിപ്പിക്കുന്ന വാക്കാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇവിടെ ഉള്ളവർ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിന് എന്തുകൊണ്ടോ സങ്കടങ്ങളിലേക്ക് ഒരു ചായ്വുണ്ട്. എന്തെങ്കിലും വലിയ പെയിൻ വരുമ്പോൾ, ബ്രേക്കപ്പ് വരുമ്പോൾ, തോറ്റു പോകുമ്പോൾ ഇതങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതി പോവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, MBAക്ക് 120 വിദ്യാർത്ഥികളിൽ ഞാൻ മാത്രം തോറ്റപ്പോൾ ശ്രമിച്ചിട്ടില്ല. കാരണം ചിന്തിച്ചിട്ടുണ്ട് സൂയിസൈഡിനെ കുറിച്ച്, ഇതങ്ങ് ഈ കളി അങ്ങ് അവസാനിപ്പിച്ചാലോ, മടുത്ത്. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ച് ആ വഴിക്ക് പോയേണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ എനിക്ക് വേണ്ടി കൈയടിക്കൂ? എനിക്ക് തോന്നുന്നില്ല. ഈ സൂയിസൈഡ് ചെയ്യാൻ ഒരു 5 മിനിറ്റത്തെ ചങ്കുറ്റം മതി, ജീവിക്കാണ്ടില്ല. ഒരായുസിന്റെ ചങ്കുറ്റം വേണം, അത് വേണം. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പം മനസ്സിലെവിടെയെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കണ്ടെങ്കിൽ, സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കണ്ടെങ്കിൽ, എന്നെ എപ്പോഴും സഹായിച്ചിട്ടുള്ളൊരു കാര്യം പറയാം. ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ബാലർമേലും കുട്ടികളുടെ ദീപികയിലൊക്കെ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നതാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോവുക, സിയിലേക്ക് വീണ്ടും മുകളിലോട്ട് പോകും, നമ്മളിങ്ങനെ സന്തോഷിക്കുന്നു. നേരെ വീണ്ടും താഴത്തെ ഡിയിലോട്ട് പോകുന്നു. എന്തിനാണെന്നറിയില്ല താഴത്തോട്ട് പോയത്, വീണ്ടും അങ്ങോട്ട് പോകുന്നു. നമുക്കറിയില്ല ഇത് എങ്ങോട്ടാണ് ഈ സാധനം പോകുന്നത്, ഒന്നും മനസ്സിലാവണില്ല. എല്ലാം ഭംഗിയായിട്ട് മുകളിലോട്ട് പോകുമ്പോൾ വളഞ്ഞ് തിരിഞ്ഞ് താഴത്തോട്ട് വരുന്നു, നേരെ താഴത്തോട്ട് പോകുന്നു. എങ്ങോട്ട് എത്തണമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളിങ്ങനെ പോയി 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 അവസാനത്തെ ഡോട്ട് വരെ എത്താൻ ചങ്കുറ്റം കാണിച്ച മനോഹരമായൊരു പിക്ചർ കിട്ടും. ദാറ്റ്സ് കോൾഡ് ലൈഫ്. നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, താഴത്തോട്ട് പോയി ഡോട്ട്, രണ്ടും കൽപ്പിച്ച് മുമ്പോട്ടേക്ക് പോകും. എങ്ങനെയെങ്കിലും മുമ്പോട്ടേക്ക് പോകും. മോട്ടിവേഷണൽ വീഡിയോ കണ്ടോ കാണാണ്ടോ, എങ്ങനെയും മുമ്പോട്ടേക്ക് പോകും. ജോലി കിട്ടി, സങ്കടം വന്നു, വീണ്ടും പ്രിയപ്പെട്ട ആരും മരിച്ചുപോയി, സംഹൗ മൂവ് ഓൺ. കാരണം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനോഹരമായൊരു പിക്ചറാണ്. ഞാൻ പറയുന്നു, ഈ ജീവിതം ഭയങ്കര അടിപൊളിയാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ ലൈഫ്.
നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. ധൈര്യമായിട്ട് മുമ്പോട്ടേക്ക് പോകും. സൂയിസൈഡിൽ നിന്ന് വന്നോട്ടെ, രണ്ടും കൽപ്പിച്ച് മുമ്പോട്ടേക്ക് പോകും. അവസാനത്തെ ഡോട്ട് വരെ എത്തിക്കുക. ജീവിതം അടിപൊളിയായിരിക്കും. എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഓൾവേസ് ലിസൺ യുവർ ഹാർട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.